മാന്യ സദസ്സിന് എന്റെ വിനീതമായ കൂപ്പുകാർ. ഇന്നത്തെ ചിന്താ വിഷയം ഉണ്ണിയേശോ എന്റെ കൂട്ടുകാരൻ. പിതാവായ ദൈവം ലോകത്തിന് വേണ്ടി നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് പുത്രനായ യേശോ. നസറത്ത് എന്ന കുടുംബത്തിൽ ഉണ്ണിയേശോ വളർന്നു വന്നതുപോലെ എല്ലാ കുഞ്ഞുമക്കളും വളർന്നു വരണമെന്നതാണ് പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം. ഈ ആധുനിക ലോകത്തിൽ വെല്ലുവിളിയെത്തുന്ന ഒരു ചോദ്യമുണ്ട്: ഉണ്ണിയേശോ എനിക്ക് എന്റെ ആരാണ്? അതെ, ഉണ്ണിയേശോ എനിക്ക് എന്റെ കൂട്ടുകാരനാണ്. നമ്മളോട് ആയിരിക്കും ആഗ്രഹിക്കുന്നവർ, നമ്മളോട് കൂടുന്നവർ. അവനാണ് നമ്മുടെ യഥാർത്ഥ കൂട്ടുകാരൻ. ഞാൻ സന്തോഷിക്കുമ്പോൾ എന്നോട് കൂടെ സന്തോഷിക്കുന്നവൻ, ഞാൻ സങ്കടപ്പെടുമ്പോൾ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് എന്നെ ദൈവസ്നേഹത്തിൽ താങ്ങി നിർത്തുന്നത് എന്റെ യേശോ. കുഞ്ഞുങ്ങളെ എന്റെ അടുക്കളയിൽ വിടുവിൻ, അവരെ തടയേണ്ട, സ്വർഗ്ഗരാജ്യം അവരുടേതാണ് എന്ന് പറഞ്ഞ് ഓരോ നിമിഷവും നമ്മളെ മാടി വിളിക്കുന്ന അവസ്ഥയെ എങ്ങനെ തള്ളിക്കളയാനാ? വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 52-ാം വാക്യത്തിൽ പറയുന്നു: യേശു ജ്ഞാനത്തിലും വിശുദ്ധിയിലും ദൈവത്തിന്റെയും മനുഷ്യന്റെയും പ്രീതിയിലും വളർന്നു വന്നു. മനുഷ്യർ പ്രയോഗിച്ചുകൊണ്ടിരുന്ന കുട്ടികളായ യേശു തന്നെയാണ്. യേശുവിനെ പോലെ ജ്ഞാനത്തിലും വിശുദ്ധിയിലും നമുക്ക് വളരാം. ദൈവകൽപ്പനയിൽ പാലിച്ചും ദേവാരാധന നടത്തി മാതാപിതാക്കളെ അനുസരിച്ചും അവരുടെ ജോലികളിൽ സഹായിച്ചും വളർന്നു വന്ന യേശോയെ നമുക്ക് നമ്മുടെ കൂട്ടുകാരൻ, ഒരിക്കലും വിട്ടുപിരിയാത്ത കൂട്ടുകാരൻ, എല്ലാവർക്കും സ്നേഹിക്കാം. അങ്ങനെ സ്നേഹത്തിലും സ്നേഹത്തിൽ വന്നു വന്ന ആ കൊച്ചു കൂട്ടുകാരനെ ബാധിക്കാൻ നമുക്ക് അനുകരിക്കാൻ സാധിക്കട്ടെ എന്ന് ബാധിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.